നമ്മൾ ദിവസം ഓരോ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളെ കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി അവൾ 2 പ്രാവശ്യം പ്രസവിക്കുന്നു, അതും തൻ്റെ കാമുകനിൽ നിന്ന് ഗർഭിണിയായിട്ട്, ഒരേ കാമുകനിൽ നിന്ന് ഗർഭിണിയായി പ്രസവിക്കുന്നു. ആദ്യത്തെ കുഞ്ഞിനെ അവൾ അറിയാതെ പൊക്കിൾക്കൊടി ചുറ്റിപ്പോയി എന്ന പേരിൽ കുഞ്ഞിനെ അമ്മ പോലും അറിയാതെ, ആ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല, വെറും 18 വയസ്സുവരെ പെൺകുട്ടി പ്രസവിക്കുന്നു. അത് ആരും അറിയാതെ ആ ഗർഭാനന്തരമുള്ള ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെന്ത് ചെയ്യുന്നു, കുഴിച്ചു മൂടുന്നു. വീണ്ടും ഇതേ സുഹൃത്തുമായിട്ട് ബന്ധം തുടരുന്നു. വർഷങ്ങൾക്ക് ഇപ്പുറം 2 വർഷത്തിന് ശേഷം വീണ്ടും പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെ അവൾ കരഞ്ഞതിൻ്റെ പേരിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. ആ കുഞ്ഞിനെയും എന്ത് ചെയ്യുന്നു, തൻ്റെ കാമുകനെ ഏൽപ്പിക്കുന്നു. കാമുകൻ അത് കൊണ്ടുപോയി കുഴിച്ചു മൂടുന്നു. കുഴിച്ചു മൂടിയതിന് ശേഷം ഒരു വർഷത്തിനൊക്കെ ശേഷം എന്ത് ചെയ്യാണ്, ഇവനും ഇവളും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. ആ പ്രശ്നത്തിൽ ഇവൾ തന്നെ തേച്ചിട്ട് പോകുമെന്ന് അവൻ ഭയക്കുന്നു. ആ ഭയത്തിനൊടുവിൽ അവൻ ആ അസ്ഥികളുമായിട്ട്, തൻ്റെ കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ, അതായത് കർമ്മം ചെയ്യാൻ സൂക്ഷിച്ചു വെച്ച, എന്തിനു വേണ്ടി, മക്കളെ കൊന്നതിനുള്ള ദോഷം തീരാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ച അസ്ഥികളുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. കാമുകനും അറസ്റ്റിലാകുന്നു. തൻ്റെ കുഞ്ഞ് കരഞ്ഞപ്പോൾ, അത് അവിവാഹിതയെ ഗർഭം ധരിച്ച് കരഞ്ഞപ്പോൾ, ഞാൻ പിടിക്കപ്പെടുമോ എന്ന പേടി കൊണ്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് നമ്മൾ മൊഴി കൊടുക്കുന്നു. ാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഗർഭം ധരിക്കുന്നതും പ്രസവം വരെ വീട്ടുകാരറിയാതിരിക്കുന്നതും. ഇതിന് വല്ല ടെക്നിക്കും ഉണ്ടോ? കാമുകിമാർ ഗർഭം ധരിക്കുന്നത് മാത്രമാണല്ലോ വീട്ടുകാരറിയാത്തത്. അവിവാഹിതകളായ അമ്മമാർ, നമ്മളെ ഭർത്താക്കന്മാരുള്ള ഭാര്യമാരൊക്കെ ഗർഭം ധരിച്ച വീട്ടുകാരും നാട്ടുകാരും മൊത്തത്തിൽ അറിയാണ്. അത്രമാത്രം അസ്വസ്ഥതകളായിട്ടാണ് മുന്നോട്ട് പോണത്. ശരിക്കും ലൈംഗിക വിദ്യാഭ്യാസം ചെറിയ ക്ലാസ് മുതൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ അത് ആലോചിക്കുന്നു. കുട്ടികൾക്കൊരു 10 വയസ്സ് മുതൽ, കാരണം ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഒരു 10-12 വയസ്സാവും, 10 വയസ്സാകുമ്പോഴത്തേന് പീരിയഡായി തുടങ്ങുന്നു. അപ്പോൾ ഈ പ്രായം മുതൽ തന്നെ സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും തൻ്റെ ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചും ശാരീരികവും മാനസികവുമായ വളർച്ചയെക്കുറിച്ചും വൈകാരികമായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒരു കുട്ടി 10 വയസ്സ് മുതലെങ്കിൽ ചുരുങ്ങിയത് അറിഞ്ഞിരിക്കണം. ആ കുട്ടി ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ തനിക്ക് സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ ആ കുട്ടിയെ സഹായിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എല്ലാത്തിനും ഒന്നും വേണ്ട സ്കൂളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ഇതേക്കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യകത കൂടിയിട്ടുണ്ടെന്നാണ്. കാരണം അത്രമാത്രം അവിവാഹിത ഗർഭധാരണങ്ങളും കൊലപ്പെടുത്തിയത് കുറച്ച് ദിവസം മുന്നാണ് അല്ലേ. നമ്മളൊരു പെൺകുട്ടി, 20 വയസ്സുകാരി പെൺകുട്ടി പ്രസവിച്ചത് വീട്ടുകാരോ ആരും അറിഞ്ഞില്ല. പിന്നെ അതികഠിനമായ ബ്ലീഡിങ് കാരണം ഹോസ്പിറ്റലൈസർ ആവുന്നു. അപ്പോൾ ആ ഡോക്ടർ തിരിച്ചറിയാൻ കുട്ടി പ്രസവിച്ചിട്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞു. കാരണം എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ അമ്മമാർ തങ്ങളുടെ കുട്ടികളുടെ പീരിയഡ്സിൻ്റെ സമയങ്ങളോ അല്ലെങ്കിൽ കുട്ടികൾ പീരിയഡ് ആവാതിരിക്കുന്നതോ കുട്ടികളുടെ ശാരീരിക വ്യതിയാനങ്ങളൊന്നും മനസ്സിലാക്കാതെ പോകുന്നത്? ഇവിടെ ഈ